കാവ്യ മാധവന്റെ ചാൻസ് കഴിഞ്ഞു. തടി വെച്ച് ചക്കപ്പോത്ത് പോലെ സ്വന്തം മകൾക്ക് പോലും വേണ്ടാത്ത ആർത്തവം പറ്റിയ വാണക്കുറ്റി. ഇത് പറഞ്ഞേക്കുന്നത് മഞ്ജു വാര്യരെ കുറിച്ചാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാനിത് ചോദിക്കുന്നത് ഒരു വ്യക്തികളെയും എന്താണ്, നിങ്ങൾക്ക് ഓരോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല നടന്മാരും നടിമാരും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദിലീപിനെ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് മഞ്ജു വാര്യരെ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് കാവ്യ മാധവനെ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യൂ. പറയാൻ കാരണമുണ്ട്. ഇപ്പം ഒരു സംഭവം, അതായത് ഇങ്ങനെയാണ് നരേറ്റീവ്, ഇങ്ങനെയാണ്. അതായത് മഞ്ജു വാര്യർ ദിലീപ് ഒരുമിക്കുന്നു. ഓക്കെ, ഉടനെ തന്നെ ദിലീപ് നമ്മുടെ കാവ്യ മാധവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. എന്താണ് കാര്യം എന്നല്ലേ? അപ്പോൾ അത് നമുക്ക് വഴി കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം ഉണ്ട്. പറയുമ്പോൾ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീര അല്ലേ? നമ്മുടെ ജൂനിയർ യേശുദാസായിട്ട് വന്ന ദിലീപിൻ്റെ സല്ലാപുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഒരു കോൺട്രവേഴ്സി എന്താണെന്നുള്ള കാര്യം ഇതാ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. ഇതിൻ്റെ അകത്തുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയക്കകത്ത് മൊത്തത്തിൽ പ്രചരിച്ചൊരു സംഭവമാണ് ഇത്. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരുടെ ഇൻസ്റ്റയിൽ ദിലീപിൻ്റെ ചിത്രം, പഴയ ഫോട്ടോക്കൊപ്പം ലവ് ഇമോജിയും. ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പങ്കുവച്ചേക്കുന്നത് നമ്മുടെ സാക്ഷാൽ കൗമുദിയാണ്, നമ്മുടെ കേരള കൗമുദി. മലയാളി പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചിരുന്ന താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 17 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം വേർപിരിഞ്ഞു. ഇതിനുശേഷം ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് ആരോപണം ഉന്നയിക്കുന്നതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴിതാ ദിലീപ് ഉൾപ്പെട്ട ഫോട്ടോ മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ശ്രദ്ധ നേടുകയാണ് എന്നുള്ളതാണ്. ഇതിനുശേഷം നമുക്ക് മഞ്ജു വാര്യരുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് നമുക്ക് നോക്കാം. അതിന് മുമ്പ് വേറൊരു സാധനം കൂടെ ഉണ്ട്. നേരെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തണമല്ലോ. പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, മഞ്ജു വാര്യർ ഭയങ്കര അഹങ്കാരിയാണ്, മറ്റതാണ് മറിച്ചാണ്. ചെറിയൊരു അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സംഭവം. റീഗൽ ജ്വല്ലേഴ്സ് ടിക്കറ്റ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിഷ്യം നമ്മൾ ഫ്രീ ആക്കും. ചിരിച്ച മുഖത്തോടുകൂടി ഒക്കെ ഒരു സെലിബ്രിറ്റിയാണ്, വലിയ താരപദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്, എല്ലാം ശരിയാണ്. പല ആൾക്കാരും പല സ്ഥലങ്ങളിലും കമൻറ്റ് ബോക്സുകളിലൊക്കെ എഴുതിയിടുന്ന കണ്ടിട്ടുണ്ട്. അതായത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ എന്നൊക്കെ പറയും. എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, അവർ നമ്മുടെ ഈ നിലവിലുള്ളൊരു വളരെ വലിയൊരു കോൺട്രവേഴ്സി, ഞാനതിലേക്ക് പോകുന്നില്ല. ഈ ഒരു വീഡിയോ അതൊരു യാതൊരു ബന്ധവുമില്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അതിനുശേഷം പലതരത്തിലുള്ള കാര്യങ്ങൾ വരികയും ഓക്കെ, എന്തായിരുന്നാലും അതൊക്കെ അവിടെ കഴിഞ്ഞു അല്ലേ? നമ്മൾ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. അതിനകത്ത് ഈ ഒരു സ്ത്രീ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവന് വിമർശിക്കപ്പെട്ടു. എന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം കൂടുതലുമാണ്. എന്നാൽ ഇവർക്ക് ഭയങ്കര അഹങ്കാരമാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പടച്ചു വിടുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരിക്കാം, മേ ബി. ഇതാണ് ഈ ഒരു സാധനം. ഇതിനകത്ത് ഒരു ദിവസം മനസ്സിലാവും മകൾക്ക് അമ്മയുടെ വില. മഞ്ജു അതുവരെ കാത്തിരിക്കും. ജീവിതത്തിൽ എന്താ നടന്നത് അവർക്കേ അറിയൂ. വെറുതെ നമ്മളൊന്നും പറയണ്ട. കറക്റ്റായിട്ടുള്ള കാര്യം അല്ലേ? സ്വന്തം മകൾക്ക് പോലും വേണ്ടാത്ത ആർത്തവം പറ്റിയ വാണക്കുറ്റി. ഇത് പറഞ്ഞേക്കുന്നത് മഞ്ജു വാര്യരെ കുറിച്ചാണ്. സ്വന്തം മകൾക്ക് പോലും വേണ്ടാത്ത ആർത്തവം പറ്റിയ വാണക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്നത്, എഴുതിയിരിക്കുന്ന കറുത്തവൻ എന്നൊക്കെ. ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ തനിക്ക് എന്ത് സുഖമാണ് കിട്ടിയത്? പെറ്റ തള്ളയെ പറയിപ്പിക്കാൻ ഇങ്ങനെ കുറേ കുരിപ്പിരി ചിരിപ്പിച്ച് തന്തയും തള്ളയും എന്ത് പാവം ചെയ്തു? എന്ത് അലവലാതിയാണല്ലോ താൻ മലര്. ഞാനൊക്കെ ആണെങ്കിൽ നല്ല പച്ചത്തെറിയും കൈ വിളിച്ചു പറയാം. സത്യമായിട്ടും ഉള്ള കാര്യം. ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നത്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇത്രമാത്രം അധിക്ഷേപിക്കാൻ വേണ്ടി എന്ത് പാവമാണ് അവർ ചെയ്തത്? നമുക്ക് എന്തറിയാം? അതിനൊരു പ്രായമുണ്ട്. അപ്പോളെ വീട്ടിലുള്ള ആണുങ്ങളുടെ അമ്മയുടെ ഓക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് മറ്റേ സംഭവത്തിലേക്ക് വരാം. മലയാള സിനിമാ ലോകത്തെ വീണ്ടും ചർച്ചയാക്കി പഴയ ഓർമ്മ. ഒരു കാലത്ത് മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്ന താരദമ്പതികളായ ദിലീപും മഞ്ജു വാര്യർക്കും വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുന്നു. രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായി ഇവർ 17 വർഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് വേർപിരിഞ്ഞത്. ആ വേർപിരിയലിലും പിന്നീട് നടന്ന സംഭവങ്ങളും ആരാധകർക്ക് ഇന്നും വികാരഭരിതമായ ഓർമ്മകളാണ്. വേർപിരിയലിന് ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കൂടാതെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഏറെ വിവാദമായി മാറിയിരുന്നു. ഇപ്പോഴിതാ എല്ലാം മറികടന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വീണ്ടും പഴയ ഓർമ്മകളെ ഉണർത്തുകയാണ്.
തൻ്റെ ആദ്യ നായികയായി വേഷമായ സല്ലാപം എന്ന സിനിമയുടെ പോസ്റ്ററാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. 30 വർഷം തികഞ്ഞ വേളയിലാണ് ഈ പോസ്റ്റ്. ചിത്രത്തിൽ ദിലീപും മനോജ് കെ ജെയിനും ഉൾപ്പെട്ടിരുന്നു. മനോജ് കെ ജെയിൻ പങ്കുവച്ച പോസ്റ്റ് റീഷെയർ ചെയ്ത മഞ്ജു 3 ലവ് ഇമോജികളോടെയാണ് അത് പങ്കുവച്ചത്. ചെറിയൊരു പോസ്റ്റ്, പക്ഷേ അതിലൂടെ വലിയൊരു നൊസ്റ്റാൾജിയാണ് ആരാധകർക്ക് സമ്മാനിച്ചത്. വിവാദങ്ങളും വേർപിരിയലുകളും കഴിഞ്ഞിട്ടും സിനിമയിലൂടെ ബന്ധിപ്പിച്ച ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ നിമിഷം. പഴയ പ്രണയവും ഓർമ്മകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് പോസ്റ്റാണ്. മറന്നിട്ടില്ല ദിലീപിൻ്റെ ചിത്രം പങ്കുവെച്ച മഞ്ജു വാര്യർ എന്നാണ്. ഇതിനകത്ത് പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ ശരിക്കും ഇതാണ്. അതായത് മഞ്ജു വാര്യർ പങ്കുവച്ചു എന്ന് പറയപ്പെടുന്ന പോസ്റ്റ് ഇതാണ്. അതായത് സ്റ്റോറിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, പോസ്റ്റ് അല്ല, സ്റ്റോറിയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായത്തേക്കാൾ നമ്മുടെ പണ്ടത്തെ സല്ലാപത്തിൻ്റെ ആ ഒരു പോസ്റ്ററിനെ റീഷെയർ ചെയ്തു. മനോജ് കെ ജെയിൻ ഇട്ടിരുന്ന പോസ്റ്റിനെ റീഷെയർ ചെയ്തിട്ട്, അഥവാ അവർ സ്റ്റോറി ആക്കിയിട്ടിട്ട് അതിൽ 3 ലവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സാധനത്തിനാണ് ഇപ്പം നിലവിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അത് സല്ലാപം എന്നുള്ള സിനിമ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു ഒരു അഭിനയ തികവ് തന്നെ കൊണ്ടുവന്ന ഒരു പുറത്തു കൊണ്ടുവന്ന സിനിമ. സല്ലാപമാണോ മഞ്ജു വാര്യരുടെ ഫസ്റ്റ് സിനിമ? സല്ലാപമാണോ ഈ പുഴയും കടന്നുവാണോ ഫസ്റ്റ് സിനിമ? സല്ലാപം തന്നെയാണോ? മഞ്ജു വാര്യരുടെ ഫസ്റ്റ് സിനിമ ഏതാണ്? സല്ലാപം അല്ലേ? അല്ല, എനിക്ക് ചെറിയൊരു സംഭവം, നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. മഞ്ജു വാര്യരുടെ ഫസ്റ്റ് മൂവി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വലിയ കാര്യമല്ല, PSC ചോദ്യമല്ല, ജസ്റ്റ് നിങ്ങളോട് അറിയുന്നവരോട് ചോദിച്ചതാണ്. ഇനിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ തന്നെ ഒരുമിച്ച് ജീവിച്ച് ഒരു കുട്ടി ഉള്ളപ്പോൾ മരിച്ചാലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഓക്കെ, ഇനിയും അയാളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ആവോ എന്നൊക്കെ പറയുന്നത്. എന്തിനാണാവോ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതാണ് സത്യം. അതാണ് സത്യം. ഇനി അയാളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ആവോ, എന്താണ് ആ ഉദ്ദേശിച്ചത്? കാവ്യ പുകയുന്നുണ്ടാവും എന്ന് പറയുന്നു. വേണമല്ലോ. മഞ്ജുവിൻ്റെ മകളുടെ അച്ഛനാണ്, അത്രയ്ക്കും തുടച്ചു മാറ്റാൻ കഴിയില്ല. അതിനാരാ ഇപ്പോൾ ഇത്ര മെനക്കെട്ട് തുടച്ചു മാറ്റം വരുന്ന? ആർക്കാണ് ഇത്ര ധൈര്യം? ഇനിയാണ് നമ്മുടെ ആ ഒരു പ്രസ്തുത ചിന്താഗതിയുള്ള കമൻറ്റ്. കാവ്യമാധവൻ്റെ ചാൻസ് കഴിഞ്ഞു, തടി വച്ച് ചക്കപ്പോത്ത് പോലെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഒരാളോടുള്ള വിമർശനമോ ഒരാളോടുള്ള എതിരഭിപ്രായമോ പറയാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരഘടനയടക്കം വച്ചുകൊണ്ട് വർത്തമാനം പറയാൻ എങ്ങനെ കഴിയുന്നു? എനിക്കിത് മനസ്സിലാവുന്നില്ല. കാവ്യമാധവൻ്റെ ചാൻസ് കഴിഞ്ഞ് തടി വെച്ച് ചക്കപ്പോത്ത് പോലെയായി. ദിലീപിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഏതാണോ ഈ വൃത്തം? സ്വയമേ ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ കോമ്പൻസേഷൻ മേടിച്ചു പോവുക. ആരുടെ കാര്യം പറയുന്നത്? കാവ്യമാധവൻ്റെ. എൻ്റെ മൂത്ത മോൾക്ക് അമ്മയെ വേണമെന്ന്. ഇത് ഏവനോ ഇട്ട കമൻറ്റാണ്. ഇതിനകത്ത് ഒരു ആധികാരികതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് തൊട്ട് താഴെ വീണ്ടും അതിന് ചർച്ച നടക്കുന്നു. അപ്പോൾ ദിലീപിൻ്റെ രണ്ടാമത്തെ കുട്ടിയോ? അപ്പോൾ പറഞ്ഞു സ്ഥിരീകരിച്ചു. അപ്പോൾ മൂഞ്ചി വ്യാമോഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ പറയുന്നു. അതങ്ങനെ മറക്കാം. അല്ല, ഞാൻ പറയുന്നത് ഇതാണ് ഒരു സംഭവം. നമ്മൾ ഈ സല്ലാപം എന്നുള്ള സിനിമ മലയാളികൾ നെഞ്ചേറ്റിയൊരു വല്ലാത്തൊരു സിനിമ. ആ സിനിമ 25 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങളായ മഞ്ജു വാര്യർ, ദിലീപ്, മനോജ് കെ ജെയിൻ, അവർ 3 പേരോട് ചേർന്നുകൊണ്ടുള്ള അതിൻ്റെ ഒരു പോസ്റ്റർ മനോജ് കെ ജെയിൻ പങ്കുവയ്ക്കുന്നു. അതിൻ്റെ നടിയായിരുന്ന മഞ്ജു വാര്യർ അതിനെ റീഷെയർ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ദിലീപും അതിനകത്ത് മെയിൻ ക്യാരക്ടറാണ്, അദ്ദേഹമാണ് മെയിൻ ആക്ടർ. അപ്പം അദ്ദേഹത്തിനും ആ ഒരു സിനിമയ്ക്കകത്തുള്ള സംഭവം ഉണ്ട്. 25 വർഷത്തിന് മുമ്പ് കടന്നുപോയി, അവരതിനുശേഷം പ്രണയിച്ച് വിവാഹം കഴിച്ചു, അതിനുശേഷം വിവാഹം 2 വഴിക്കായിപ്പോയി. ഇതെല്ലാം ഇരിക്കേ അതിന്ന് റീഷെയർ ചെയ്യുന്ന സമയത്ത് മാത്രം എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മഞ്ജു വാര്യരുടെ പോസ്റ്റായിട്ടൊന്നാണ് പലയിടത്തും കിടക്കുന്നത്. എല്ലാം ഇപ്പം ഈ കൈരളിയല്ലോ കൗമുദിയിൽ വന്ന വാർത്തയിൽ പോലും മഞ്ജു വാര്യർ ഇട്ടേക്കുന്ന പോസ്റ്റ് എന്നാണ്. ഇതിനകത്ത് ചെക്ക് ചെയ്തപ്പോഴൊന്നും മഞ്ജു വാര്യരുടെ പല ഫോട്ടോസും അവർ പല യാത്രകൾ നടത്തിയതും അജിത്തിനോടൊപ്പം നിൽക്കുന്നതും ഒക്കെ ഉള്ളത് അല്ലാതെ ഒരു തരത്തിൽ മറ്റൊരു പോസ്റ്റുകളൊന്നും കാണാനില്ല. വളരെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ അവർ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുള്ളൂ. റീസെൻ്റ്ലിയുള്ള സ്റ്റോറീസ് പോലും അങ്ങനെ സ്റ്റോറി ഇത് അവരുടെ മറ്റെന്തോ തരത്തിലുള്ള സംഭവം പോസ്റ്റാണ്. ഇനി മനോജ് കെ ജെയിൻ സാറിനെ കണ്ടുപിടിക്കണം. മനോജ് കെ ജെയിൻ സാറിൻ്റെ ആ പോസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് അതിനകത്തൊരു മനോജ് കെ ജെയിൻ, യെസ്, ഇതടക്കുന്ന പോസ്റ്റ്, ഇതാണ് ഷെയർ ചെയ്യപ്പെട്ട പോസ്റ്റ്. ഏതാണ്ട് 3 ദിവസമായി അദ്ദേഹം ഇത് പങ്കുവച്ചിട്ട്. ഇതിനകത്ത് 2 ഫോട്ടോയാണുള്ളത്. പ്രേക്ഷകരുടെ നല്ല അഭിപ്രായത്തേക്കാൾ വലിയ മറ്റൊരു പരസ്യമില്ല എന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ ഇനി മുതലുള്ള പരസ്യത്തിൽ വലിപ്പം കുറയ്ക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇതിപ്പം 125-ാം ദിവസത്തിൻ്റെ ആഘോഷം. ഓക്കെ, ആ സിനിമയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം മഞ്ജു വാര്യർ, നമുക്ക് ചുമ്മാ നോക്കാം. മഞ്ജു വാര്യരുടെ ലൈക്കൊക്കെ ഉണ്ട്.
മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. അതൊരു സ്റ്റോറി ആയിട്ട് അവരുടെ ലൈഫിൽ വഴിത്തിരിവായിട്ടുള്ള കാര്യം മഞ്ജു വാര്യരെ ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിം പോലെ തന്നെ ആയിപ്പോയല്ലോ ഞങ്ങളുടെ മഞ്ജു ചേച്ചിയുടെ ലൈഫ് എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നായിക അവസാനം നായകനിലേക്ക് എത്തുന്നു. സിനിമയാണ്. നായകൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചു വരുന്ന സമയത്ത് തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങളും തൻ്റെ സാഹചര്യങ്ങളും കാരണം നായകൻ തടിതപ്പുന്നു. അതിനുശേഷം നായികയെ അതിനകത്ത് ഏറ്റവും വില്ലനായിട്ടും ഹൈപ്പർ പ്രൊട്ടക്റ്റീവായിട്ടിരുന്ന മനോജ് കെ ജെയിൻ കൂടെ നിൽക്കുന്നു. ഇതല്ലേ സംഭവം? അതല്ലേ അത്? ഇനിയിപ്പോൾ ഈ പുഴയും കടന്നിൻ്റെ കഥയാണോ? ഇതാണെന്ന് തോന്നുന്നു. ദിവാകരേട്ടനും അമ്മയും കോമ്പിനേഷൻ കാണുമ്പോൾ കീരിയും പാമ്പും ആണെങ്കിലും ആ അമ്മയും മകനും തമ്മിൽ അറ്റാച്ച്മെൻറ്റ് മനോജ് ചേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് ഈ സിനിമ. സോ ലോഹിതദാസിൻ്റെ നഷ്ടം മലയാള സിനിമ. ഓക്കെ, ലോഹിതദാസിൻ്റെ തിരക്കഥയാണ്, സംവിധാനം സുന്ദർദാസ്. നല്ലത് വല്ലാത്തൊരു നൊസ്റ്റാൾജി കേട്ടോ. കിരീടം റിലീസ് കൃഷ്ണകുമാർ ഉണ്ണി. സോ ഇതൊക്കെ സിനിമയായിരുന്നു, ഒന്നും പറയാനില്ലാത്ത സിനിമ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സംഭവമൊന്നുമില്ല, എങ്കിലും ആൾക്കാരുടെ ഒരു സംഭവമാണ്. കാരണം അവരത് ഷെയർ ചെയ്തത് അവർ സിനിമ എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ അതിനകത്ത് അത് കണ്ടതിന് ശേഷം ആൾക്കാരത് വ്യാഖ്യാനിച്ചത് കണ്ടോ. മഞ്ജു വാര്യർ ദിലീപിൻ്റെ ഫോട്ടോ ഒക്കെ പങ്കുവച്ചു. ഇനിയിപ്പോൾ ഉടനെ തന്നെ കാവ്യമാധവൻ അടിച്ച് പുറത്താക്കും. കാവ്യമാധവൻ അടിച്ച് പുറത്താക്കുന്നതിനോടൊപ്പം കാവ്യമാധവൻ ഇട്ട് കൊടുത്ത പേര് ചക്കപ്പോത്ത്, മഞ്ജു വാര്യർ കിട്ടിക്കുന്ന പേര് മറ്റേ വേറെന്തോ വാണക്കുറ്റി, അങ്ങനെ സംതിങ് എന്തൊക്കെയോ പേരുകൾ. എന്തോ വാടേ, നമ്മൾ എന്നിട്ട് നമ്മളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ നമ്പർ ഉണ്ടെന്നാണ്. ഇത് മലയാള ഭാഷയിലാണ് എഴുതി വെക്കുന്നത്. വേറെ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരൊന്നുമല്ല, ബംഗാളികളൊന്നുമല്ല, മലയാളികൾ തന്നെയാണ് ഇതൊക്കെ എഴുതുന്നത്. നമ്മുടെ നിലവാരത്തിനെ കുറിച്ചാണ് ഇതിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നിട്ട് നമ്മളെ മറ്റുള്ള സംസ്ഥാനങ്ങളോ മറ്റുള്ള രാജ്യക്കാരോ ഈ ആരെങ്കിലുമൊക്കെ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മളങ്ങ് പൊങ്ങും. ബട്ട് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ റിയാലിറ്റി എന്താ? നമ്മുടെ റിയൽ ക്യാരക്ടർ എന്നുള്ള സാധനം ഈ സോഷ്യൽ മീഡിയക്കകത്ത് ആരും എടുത്ത് നോക്കുകയാണെങ്കിൽ തീർന്നു. നമ്മുടെ ഒരു സംഭവം രാഷ്ട്രീയമല്ല, മറ്റ് പൊതുവിഷയമല്ല, ഇതാണ് സംഭവം. ജഡ്ജ്മെൻറ്റ്. എന്തായിരുന്നാലും ആ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയ്ക്കകത്തുള്ള കഥാപാത്രങ്ങൾ എന്നുള്ളത് അവരെ ഇഷ്ടമാണ്. അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന ഇൻസിഡൻസ് ഒക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അവർ തന്നെ അത് ക്ലിയർ ചെയ്യട്ടെ. ബാക്കി എല്ലാ കാര്യത്തിനകത്ത് ഇപ്പോൾ കാവ്യമാധവൻ എനിക്കിഷ്ടമാണ്, മഞ്ജു വാര്യർ എനിക്കിഷ്ടമാണ്, ദിലീപിനെയും നടൻ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നടൻ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ബൈ.